ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്സ്യൂൾ ലേണിംഗ്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് ലിസ്റ്റിനെ പറ്റിയിട്ടാണ്. ഏതൊക്കെ ബുക്സാണ് വേണ്ടത്, ഒരു സബ്ജക്റ്റിന് എത്ര ബുക്സ് റെഫർ ചെയ്യാം, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ പറയുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒരു ആസ്പിരൻ്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാക്സിമം 2 ബുക്സ് അത്ര മാത്രമേ റെഫർ ചെയ്യാൻ പാടുള്ളൂ. ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് 5 ബുക്സ് അല്ലെങ്കിൽ 6 ബുക്സ് അത്രയൊന്നും റെഫർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അത്രയൊക്കെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിന് മാക്സിമം 2 ബുക്സ് അത്രയും റെഫർ ചെയ്താൽ മതി. ആ ബുക്സ് തന്നെ റിപ്പീറ്റായിട്ട് റിവിഷൻ ചെയ്യുക. ഓക്കെ, റിപ്പീറ്റഡ് റിവിഷനാണ് ഈ എക്സാമിനൊന്നല്ല, ഏത് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റിപ്പീറ്റഡ് റിവിഷൻ. അപ്പോഴാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ കറക്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ അത് തന്നെ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഒരു സബ്ജക്റ്റിന് വേണ്ടി മാക്സിമം 2 ബുക്സ് അത്രയും മതി. എല്ലാ സബ്ജക്റ്റിനും തന്നെ ബേസിക്കായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് NCERT ആണ്. ഓക്കെ, അപ്പം NCERTയിൽ എല്ലാ സബ്ജക്റ്റിനും തന്നെ ബേസിക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അത് പഠിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു ബേസ് കിട്ടും, എന്നിട്ടാണ് പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ബുക്കിലോട്ട് പോകേണ്ടത്. ആദ്യം തന്നെ നമുക്കിപ്പം ഹിസ്റ്ററി നോക്കാം. ഹിസ്റ്ററിക്ക് ഏതൊക്കെ ബുക്സാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ 3 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഏൻഷ്യൻ ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഹിസ്റ്ററി. ഓക്കെ, സോ ആദ്യം തന്നെ ഈ 3 ഹിസ്റ്ററിയുടെയും NCERT ഏതാണെന്ന് നോക്കാം, പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ബുക്സ് നോക്കാം. ആദ്യം ഏൻഷ്യൻ ഹിസ്റ്ററി. ഏൻഷ്യൻ ഹിസ്റ്ററിക്ക് NCERTയിലുള്ളത് 6 സ്റ്റാൻഡേർഡും പിന്നെ +2 NCERTക്ക് 3 ബുക്സ് ഉണ്ട്. തീംസ് ആണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. തീംസ് 1, തീംസ് 2 ആൻഡ് തീംസ് 3 ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് +2. അപ്പോൾ അതിൽ തീംസ് 1 ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ആണ്. ഓക്കെ, സോ ഈ 2 ബുക്സാണ് NCERTയിലുള്ളത് ഏൻഷ്യൻ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് 6th NCERT, പിന്നെ ഒന്ന് +2 തീംസ് 1. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കേണ്ടത് തമിഴ്നാടു +1 +2 ബോർഡ് ടെക്സ്റ്റ് ബുക്കാണ്. അതിൽ ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിനെ പറ്റിയിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർ അത് മാത്രം നോക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ആദ്യം ഒന്ന് NCERT വായിക്കുക, എന്നിട്ട് തമിഴ്നാട് നോക്കുക. തമിഴ്നാടും NCERT തമ്മിലുള്ള ഡിഫറൻസ്, NCERT കുറേ ഫാക്ച്വൽ പോയിൻറ്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത പോലെ അങ്ങനെ ചിലപ്പോൾ ഒരു ഫീൽ വരും. പക്ഷേ തമിഴ്നാടു അങ്ങനെയല്ല, അത് സ്റ്റോറി മോഡലിലാണ് കുറേ കൂടെ. അപ്പം കുറച്ചും കൂടി ചിലപ്പോൾ നമുക്കൊന്ന് റീറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടും കൂടിയാണ് തമിഴ്നാട് കൂടെ വായിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. പിന്നെ ഉള്ളത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് 7th NCERT, പിന്നെ തീംസ് 2 +2 തീംസ് 2 ഈ 2 ബുക്സും, പിന്നെ തമിഴ്നാടു ബോർഡിൻ്റെ മിഡീവൽ ഇന്ത്യയും കൂടെ. ഓക്കെ, ഇത്രയാണ് മിഡീവൽ ഇന്ത്യക്ക് വേണ്ടത്. പിന്നെ മോഡേൺ ഇന്ത്യക്ക് വേണ്ടത് 8th NCERT. NCERT 8th തന്നെ 2 പാർട്ടുണ്ട്, അവർ പാസ്റ്റ് 1 and 2 എന്ന് പറഞ്ഞ ആ 2 ബുക്സും വേണം. പിന്നെ +2 തീംസ് 3 ആ ബുക്കും വേണം. പിന്നെ അതല്ലാതെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻ്റെ ബുക്ക്, രാജീവ് അഹിർ എന്ന് പറഞ്ഞ ഓതറിൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേര് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ്. ഓക്കെ, സ്പെക്ട്രം പബ്ലിക്കേഷൻ്റെ. അപ്പം ആ ബുക്ക് വാങ്ങിക്കുക, അതാണ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പിന്നെ വേണ്ടത്. പിന്നെ തമിഴ്നാടു ബോർഡിൻ്റെ ബുക്കും കൂടെ ഉണ്ട്. അതിലിപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് വൈസ്രോയീസ്, ഗവർണർ ജനറൽസ്, അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പം NCERT ആണെങ്കിലും അതിനെപ്പറ്റി ഓരോ സ്ഥലത്തായിട്ടാണ് പറയുന്നത്. സ്പെക്ട്രത്തിൽ അവർ കുറച്ച് പോയിൻറ്റ്സ് കൊടുക്കുന്നുണ്ട് ഓരോ ഗവർണർ ജനറൽസിൻ്റെ ടൈമിൽ നടന്നു. ഓക്കെ, അപ്പം ആ ഒരു സാധനം തമിഴ്നാടു ബോർഡിലും കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഗവർണർ ജനറൽ സമയത്ത് എന്തൊക്കെ നടന്നു എന്നല്ല, അപ്പോൾ ആ ഏരിയയൊക്കെ ഒന്ന് ക്ലിയർ ആവാനൊക്കെ തമിഴ്നാടു ബോർഡിൻ്റെ ബുക്കും കൂടെ വായിക്കുന്നത് നല്ലതാണ് ഹിസ്റ്ററിക്ക്. പിന്നെ ഹിസ്റ്ററിയിൽ വരുന്നത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിക്ക് വേണ്ടത് ഓൾഡ് NCERT ഉണ്ട്. ഓക്കെ, NCERT പുതിയതല്ല, പുതിയ സിലബസിൽ അതിന് മുമ്പുള്ള NCERT ഉണ്ട്. അപ്പോൾ ഓൾഡ് NCERT അതിലെ വേൾഡ് ഹിസ്റ്ററി, അത് ഓതറിൻ്റെ പേര് അർജുൻ ദേവ് എന്നാണ്. ആ ബുക്ക് വായിക്കാം. ഓക്കെ, ഇതാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആർട്ട് ആൻഡ് കൾച്ചറാണ്. ആർട്ട് ആൻഡ് കൾച്ചറിനും ബേസിക്കായിട്ടുള്ളത് NCERT തന്നെയാണ്. ഓക്കെ, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട് എന്ന് പറഞ്ഞ +1 ഒരു ബുക്കുണ്ട്, ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട്. ഓക്കെ, പിന്നെ NCERTയിലുള്ള ബുക്ക് ക്രാഫ്റ്റ്സ് ആൻഡ് ട്രഡീഷൻസ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ആ ബുക്ക് കംപ്ലീറ്റ് വായിക്കേണ്ട, ആ ബുക്കിൻ്റെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് വായിച്ചാൽ മതി. അപ്പം NCERTയിൽ ആർട്ട് ആൻഡ് കൾച്ചർ 2 ബുക്സാണുള്ളത്. ഒന്ന് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ആർട്ട്, പിന്നെ ഒരെണ്ണം ക്രാഫ്റ്റ്സ് ആൻഡ് ട്രഡീഷൻസ്. ഈ 2 ബുക്സ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ബുക്സിൻ്റെ ലാസ്റ്റ് 2
ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സാണ് വായിക്കേണ്ടത്. ഓക്കെ, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്ക് ആർട്ട് ആൻഡ് കൾച്ചറിൽ പറയുകയാണെങ്കിൽ നിതിൻ സിംഘാനിയ എന്ന് പറഞ്ഞ ഓതറിൻ്റെ ഒരു ബുക്കുണ്ട്, ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ. ഓക്കെ, ആ ബുക്കാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ സബ്ജക്റ്റ് എല്ലാം തന്നെ പ്രത്യേകിച്ച് ആർട്ട് ആൻഡ് കൾച്ചർ, എൻവയോൺമെൻറ്റ് ആ സബ്ജക്റ്റൊക്കെ കറണ്ട് അഫെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ബേസിക്സ് ബുക്ക് വായിക്കുന്നതിൻ്റെ കൂടെ കറണ്ട് അഫെയറും കൂടെ നന്നായിട്ട് കവർ ചെയ്യണം. ഇപ്പോൾ ഹിന്ദുവിലൊക്കെ വരുന്ന ചില ആർട്ട് ഫോംസ് ഒക്കെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. സോ അപ്പോൾ ഈ ബുക്സ് വായിക്കുന്നതിന് കൂടെ തന്നെ കറണ്ട് അഫെയറും കവർ ചെയ്തിട്ട് പോകണം. ഇത്രയാണ് ആർട്ട് ആൻഡ് കൾച്ചർ. നെക്സ്റ്റ് സബ്ജക്റ്റ് ജോഗ്രഫിയാണ്. ജോഗ്രഫി NCERT 6th to 12th എല്ലാ ജോഗ്രഫിയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 11th and 12th. ഓക്കെ, 11th-ലെയും 12th-ലെയും NCERT ജോഗ്രഫിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്ക് നോക്കുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, ഓതർ G. C. Leong. സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി ബൈ G. C. Leong. ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്ക് നോക്കുവാണെങ്കിൽ മാജിദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഒരു ഓതറിൻ്റെ ബുക്കുണ്ട് ഇന്ത്യൻ ജോഗ്രഫിക്ക്. അപ്പോൾ ആ ബുക്ക് റെഫർ ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ ജോഗ്രഫി ബൈ മാജിദ് ഹുസൈൻ. പിന്നെ ജോഗ്രഫിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് അറ്റ്ലസ്. ഓക്സ്ഫോർഡ് അറ്റ്ലസ് ആണ് കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ അത് കിട്ടില്ല എന്നാണെങ്കിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള അറ്റ്ലസ് ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ജോഗ്രഫി. പിന്നുള്ളത് പൊളിറ്റിയാണ്. പൊളിറ്റിക്ക് NCERT-യിലുള്ള ബുക്സ് ഒന്ന് പൊളിറ്റിക്കൽ തിയറി. ഓക്കെ, പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. പിന്നെ ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. ഈ 2 ബുക്കാണ് പൊളിറ്റിക്ക് ഉള്ളത് NCERT-യിൽ വരുന്നത്. ഓക്കെ, പിന്നെ ലക്ഷ്മികാന്ത് എന്ന ഓതറിൻ്റെ ഒരു ബുക്കുണ്ട് ഇന്ത്യൻ പോളിറ്റി. ആ ബുക്കാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് UPSC CSC ആസ്പിറൻസിൻ്റെ ഇടയിൽ. ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കണം. ഓക്കെ, ക്ലിയർ ആയിട്ട് വായിക്കണം. ആ ബുക്കിൻ്റെ അന്നൊക്കെ ജസ്റ്റ് ഒരു ലൈൻ എടുത്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ NCERT അല്ലാതെ പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്ക് പോളിറ്റിക്ക് ഒന്ന് ഇതാണ്, ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി. പിന്നെ വേറൊരു ബുക്കും കൂടെ ഉണ്ട്, അതിൻ്റെ ഓതറിൻ്റെ പേര് DD ബസു ആണ്. അത് ടൈം ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിക്കാം, അത്രയും മതി. അല്ലാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇത്രയും ബുക്സ് വായിച്ചാൽ മതി പൊളിറ്റി. നെക്സ്റ്റ് സബ്ജക്റ്റ് എക്കണോമിയാണ്. എക്കണോമി 9th-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് NCERT-യിൽ. അപ്പോൾ 9th to 12th എല്ലാ NCERT-യിൽ തന്നെ വായിക്കുക. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 11th-ൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നൊരു ബുക്കുണ്ട്. പിന്നെ ഒരു ബുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാക്രോ എക്കണോമിക് ആണ്. ഓക്കെ, ഈ 2 ബുക്കാണ് NCERT-യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എക്കണോമിക്ക്. ഫസ്റ്റ് വൺ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് വൺ മാക്രോ എക്കണോമിക്സ്. ഈ 2 ബുക്സ്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ രമേശ് സിംഗ് എന്ന് പറഞ്ഞ ഓതറിൻ്റെ ബുക്കുണ്ട് ഇന്ത്യൻ എക്കണോമി. ആ ബുക്ക്. നെക്സ്റ്റ് സബ്ജക്റ്റ് എൻവയോൺമെൻറ്റ് ആണ്. എൻവയോൺമെൻറ്റ് ഇപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ്. എൻവയോൺമെൻറ്റിലെ ക്വസ്റ്റ്യൻസിന് നമ്പേഴ്സൊക്കെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പ്രിലിംസിലൊക്കെ. സോ എൻവയോൺമെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. എൻവയോൺമെൻറ്റ് NCERT-യിൽ ബയോളജി ബുക്കുണ്ട് +2. ആ ബയോളജി ബുക്കിൻ്റെ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സ്, ആ ലാസ്റ്റ് 4 ചാപ്റ്റേഴ്സാണ് NCERT-യിൽ എൻവയോൺമെൻറ്റിൻ്റെ ബേസിക്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്ക് ശങ്കർ IAS അക്കാദമിയുടെ ബുക്ക് കിട്ടും, ഇന്ത്യൻ എൻവയോൺമെൻറ്റ്. ആ ബുക്കിൽ നമ്മുടെ സിലബസിന് അനുസരിച്ചിട്ട് തന്നെ ടോപ്പിക്സ് ഒക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്സ് വായിക്കാം. പിന്നെ എൻവയോൺമെൻറ്റ് കൂടുതലും കറണ്ട് അഫെയർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് വരാറ്. ബേസിക്സ് വരില്ലെന്നല്ല, പക്ഷേ കറണ്ട് അഫെയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരാറ്. സോ കറണ്ട് അഫെയർ കറക്റ്റായിട്ട് നോക്കുക, എൻവയോൺമെൻറ്റ്, ആർട്ട് ആൻഡ് കൾച്ചർ, ഈ ടോപ്പിക്സൊക്കെ. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആണ്. ഇൻ്റർനാഷണൽ റിലേഷൻസിൽ മെയിനായിട്ട് റെഫർ ചെയ്യാനുള്ള ഏരിയ ന്യൂസ് പേപ്പർ തന്നെയാണ്. ന്യൂസ് പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റായിട്ട് അങ്ങനെയാണ് വരാറ് ഇൻ്റർനാഷണൽ റിലേഷൻസ്. പിന്നെ വേറൊരു ഓതൻറ്റിക് ആയിട്ടുള്ള വേറൊരു സോഴ്സാണ് MEA വെബ്സൈറ്റ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസ് വെബ്സൈറ്റ്. ഓക്കെ, അത് ഓതൻറ്റിക് ആയതുകൊണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് MEA വെബ്സൈറ്റ്, ഇത് രണ്ടുമാണ് ഇൻ്റർനാഷണൽ റിലേഷന് റെഫർ ചെയ്യാൻ പറ്റിയത്. സോ ഇത്രയൊക്കെയാണ് ബുക്ക് ലിസ്റ്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സബ്ജക്റ്റിന് മാക്സിമം 2 ബുക്സ് അത്രയും മാത്രം റെഫർ ചെയ്താൽ മതി. അതിൽ കൂടുതൽ റെഫർ ചെയ്യേണ്ട. ആ ബുക്സ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് റിവിഷൻ ചെയ്യാം. താങ്ക് യു.